ത്രികോണാകൃതിയിലുള്ള ഭൂമി എന്ന് പറയുന്നത് അഗ്നി തത്വത്തെ കൂടുതലായിട്ട് ആവാഹിക്കുന്ന അല്ലെങ്കിൽ അഗ്നിതത്വത്തെ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു ഷേപ്പാണ് ഈ ട്രയാങ്കിൾ ഷേപ്പ് എന്ന് പറയുന്നത്. കിട്ടിയ ആകൃതിക്കുള്ളിൽ ലഭ്യമാകുന്ന ചതുരത്തിൻ്റെ അളവ് കെട്ടിത്തിരിച്ച് ചതുരശ്രീകരണം എന്ന് പറയുന്ന മെത്തേഡ് വഴി നമ്മൾ ആ പ്ലോട്ടിനെ. സുധി സർ, നമസ്കാരം. നമ്മൾ ഒരു വീട് വെക്കാൻ വേണ്ടി വസ്തു തിരഞ്ഞെടുക്കുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? വീട് നിർമ്മിക്കാനായി നമ്മളൊരു സ്ഥലം ഏറ്റെടുക്കുന്ന സമയത്ത് വാസ്തുവിൽ പറയുന്ന ആദ്യത്തെ നിയമങ്ങൾ എന്ന് പറയുന്നത്, അതായത് ഭൂമി സ്വീകരിക്കൽ, ഭൂമി ഏറ്റെടുക്കുന്ന സമയം മുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഭൂമി സ്വീകരിക്കുന്നതിന് മുമ്പ് നമ്മളവിടെ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഭൂമിയുടെ ആകൃതി. ഭൂമിയുടെ ആകൃതി എങ്ങനെയുള്ള ഭൂമിയാണ് എന്നുള്ളത് വാസ്തുവിൽ പറയുന്ന ഒരു 16 തരത്തിലുള്ള ഭൂമികളെക്കുറിച്ച് പറയുന്നുണ്ട്. അതിലേറ്റവും ഉത്തമമായ ഭൂമിയാണ് ചതുരാകൃതിയിലുള്ള ഭൂമി, സമചതുരാകൃതിയിലുള്ള ഭൂമി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഇപ്പോൾ ഇന്ന് കാലത്ത് നമ്മൾ അങ്ങനെ ചതുരാകൃതിയിലുള്ള ഭൂമിയും സമചതുരാകൃതിയിലുള്ള ഭൂമിയൊക്കെ തന്നെ വേണമെന്ന് പറഞ്ഞ് നടന്നാൽ കിട്ടൂല. അപ്പോൾ തിരഞ്ഞെടുത്ത ഭൂമി വാസ്തുശാസ്ത്രത്തിൻ്റെ വിധിപ്രകാരം തന്നെ ചതുരശ്രീകരണം എന്നൊക്കെ പറഞ്ഞ് നമുക്കതിനെ ക്രമീകരിച്ചെടുക്കാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ടതിൽ ഇതാണ്: ഒന്ന്, ആകൃതി. ഒരിക്കലും ത്രികോണാകൃതിയിലുള്ള ഭൂമിയൊന്നും എടുക്കരുത്. കാരണം ത്രികോണാകൃതിയിലുള്ള ഭൂമി എന്ന് പറയുന്നത് അഗ്നി തത്വത്തെ കൂടുതലായിട്ട് ആവാഹിക്കുന്ന അല്ലെങ്കിൽ അഗ്നിതത്വത്തെ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു ഷേപ്പാണ് ഈ ട്രയാങ്കിൾ ഷേപ്പ് എന്ന് പറയുന്നത്. ഇത്തരം ഭൂമി തിരഞ്ഞെടുത്ത് ഇത്തരം ഭൂമിയിലൊരു വീട് കെട്ടിക്കഴിഞ്ഞാൽ ആ വീടിനകത്ത് ചൂട് കൂടുതലായിരിക്കും. അഗ്നി അപകടങ്ങൾ, ചിലപ്പോൾ ഇടിപൊട്ടിക്കഴിഞ്ഞാൽ ആദ്യം ഈ വീട്ടിലെ തെങ്ങോ പനയോ കത്തിപ്പോവും. ഈ വീട്ടിലെ ഇലക്ട്രിക് ഡിവൈസുകളൊക്കെ ചിലപ്പോൾ അടിച്ചു പോകും. അപ്പോൾ ഈ ട്രയാങ്കിൾ ഷേപ്പിലുള്ള ഭൂമി തിരഞ്ഞെടുക്കരുത്. അതുപോലെ തന്നെ ഒരുപാട് തരത്തിലുള്ള ഭൂമികളുണ്ട്. കൂർമ്മപൃഷ്ഠാകാര ഭൂമി, ദൃൺമുഖ ഭൂമി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് തരം 16 ടൈപ്പ് ഭൂമികളെക്കുറിച്ച് വാസ്തു പറയുന്നുണ്ട്. ഇതിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഭൂമി നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് ചതുരാകൃതി അല്ലെങ്കിൽ സമചതുരാകൃതി. ഇൻ കേസ് ഇപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഒരു സമയത്ത് ഇതുപോലെ കറക്റ്റ് പ്ലോട്ടുകൾ കിട്ടിക്കൊള്ളണമെന്നില്ലല്ലോ. അതെ. അപ്പോൾ അതിനാണ് നമ്മൾ വിധി പറയുന്നത്. ചതുരശ്രീകരണം എന്ന് പറയുന്നൊരു വിധിയുണ്ട്. ഏതൊരു പ്ലോട്ടിനെയും നമ്മൾ വാങ്ങിച്ചതിന് ശേഷം ചതുരാകൃതിയിൽ, അതിനകത്ത്, അതായത് ആ കിട്ടിയ ആകൃതിക്കുള്ളിൽ ലഭ്യമാകുന്ന ചതുരത്തിൻ്റെ അളവ് കെട്ടിത്തിരിച്ച് ചതുരശ്രീകരണം എന്ന് പറയുന്ന മെത്തേഡ് വഴി നമ്മൾ ആ പ്ലോട്ടിനെ ചതുരമാക്കിയെടുക്കണം. എന്നിട്ട് അതിൻ്റെ സൗത്ത് വെസ്റ്റ് ഡയറക്ഷനിലേക്ക്, അതായത് കന്നിമൂല ഭാഗത്തേക്ക് വീട് ചേർത്തി പണിയണം. അപ്പോൾ വടക്കും കിഴക്കും ധാരാളം സ്ഥലം വരും, തെക്കും പടിഞ്ഞാറും കുറഞ്ഞ രീതിയിൽ വരും. അപ്പോൾ വടക്ക് കിഴക്കിനും ഊർജത്തിനും കൂടുതൽ ഊർജത്തിനും വരാനുള്ള സൗകര്യവും അങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഈ ചതുരാകൃതിയിലുള്ള ഭൂമി തിരഞ്ഞെടുക്കുമ്പോൾ ഉള്ള ഗുണം എന്താ വെച്ചാൽ പഞ്ചഭൂതങ്ങളുടെ താളക്രമവും അത്തരം ഭൂമിയിൽ തുല്യമായിരിക്കും. ഇതാണ്. ഇനി ഇങ്ങനെ നമ്മൾ ചതുരശ്രീകരണം നടത്താതെ ചുമ്മാ ഒരു സ്ഥലം വാങ്ങി വീട് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ആകൃതി ഒന്നും പരിശോധിക്കാതെ നമ്മൾ വീട് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഭവിഷ്യത്തുകൾ എന്ന് പറയുന്നത് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, സൗത്ത് ഈസ്റ്റ് അഗ്നികോണിലേക്ക് ഒന്ന് തള്ളി പോവുകയാണ്. നമ്മുടെ ഭൂമി അഗ്നികോണിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് പോവുകയാണെങ്കിൽ അവിടെ അഗ്നിതത്വം കൂടും. കന്നിമൂല സൗത്ത് വെസ്റ്റ് നിരുതി കോണിലേക്ക് ഭൂമി എക്സ്റ്റെൻഡ് ചെയ്ത് പോവുകയാണെങ്കിൽ അവിടെ നിരുതി തത്വം കൂടി അമിതമായിട്ടുള്ള എന്താ പറയുക, റിലേഷൻഷിപ്പിലെ പ്രോബ്ലംസുകൾക്കൊക്കെ കാരണമാവും. പിന്നെ ഒരുപാട് ഫിനാൻഷ്യൽ ഇഷ്യൂസുകൾ നമ്മൾ നേരിടേണ്ടി വരും. എന്നൊക്കെ വാസ്തുവിൽ ഇത്തരം ആകൃതിയിലുള്ള ഭൂമികൾ തിരഞ്ഞെടുക്കരുത് എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. അത് പ്രമാണത്തിലും ഇത് എഴുതി വെച്ചിട്ടുണ്ട്. ധനധാന്യാഭിവൃദ്ധികൾ ഇല്ലാതാവും, അതുപോലെ അഗ്നിതത്വം കുറഞ്ഞ് ആരോഗ്യത്തിന് പ്രശ്നം വരും എന്നൊക്കെ പറയുന്നത്. ഇനി അടുത്തത് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഭൂമിയുടെ ചരിവ്. വാസ്തുവിൽ എപ്പോഴും പറയുന്നത് വടക്ക് കിഴക്ക് ചരിഞ്ഞിരിക്കണം, തെക്കും പടിഞ്ഞാറും ഉയർന്നിരിക്കണം എന്നാണ്. അപ്പം ഇന്ന് പൊതുവെ അങ്ങനെ ആരും ചരിവ് ശ്രദ്ധിക്കാതെ ഭൂമി എടുക്കും. അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ എന്താ സംഭവിച്ചത്? ഇപ്പോൾ ഏറ്റവും നല്ലത് എന്ന് പറയുന്നത് വടക്ക് കിഴക്കോട്ടും ചരിവുള്ള ഭൂമിയാണ് ഏറ്റവും നല്ല ഭൂമി.
അപ്പോൾ ഇനി തെക്കോട്ട് ചരിയുക, അതുപോലെ പടിഞ്ഞാറോട്ട് ചരിയുക, തെക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് ചരിയുക, തെക്ക് കിഴക്ക് ഭാഗത്തേക്കൊക്കെ ചരിഞ്ഞ ഭൂമികളാണെങ്കിൽ അതിന് വാസ്തുദോഷം ഇല്ലെങ്കിൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഭവിഷ്യത്ത് ഇല്ലെങ്കിൽ ഫലങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ജീവൻ്റെ ഇല്ലെങ്കിൽ നമ്മുടെ ആ ഭാഗത്ത് താമസത്തിന് പ്രതികൂലമായ രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും. അതായത് ഉദാഹരണത്തിന് ഇപ്പോൾ തെക്ക് കിഴക്ക് ഭാഗത്തേക്ക് ചരിഞ്ഞ ഭൂമി, തെക്ക് കിഴക്ക് ഭാഗത്തേക്ക് ചരിഞ്ഞ ഭൂമി എന്ന് പറയുമ്പോൾ അഗ്നിതത്വം അസന്തുലിതമായിട്ടുള്ളൊരു ഭൂമിയാണ്. തെക്ക് കിഴക്ക് ഭാഗം ചരിയുമ്പോൾ തെക്ക് കിഴക്ക് മൂലയാണല്ലോ അഗ്നിമൂല എന്ന്, അവിടെ അഗ്നിതത്വം അസന്തുലിതമായിരിക്കും. അതുമൂലം അപകടങ്ങൾ, വാഹനാപകടങ്ങൾ, അതുപോലെ ആ വീട്ടിലെ ആൺകുട്ടികൾക്ക് ജോലിയില്ലാത്ത, കല്യാണം കഴിയാത്ത അവസ്ഥ, അങ്ങനെ പുരുഷ സന്തതികൾക്ക്, കൗമാരപ്രായത്തിലുള്ള പുരുഷ സന്തതികൾക്ക് അസ്വസ്ഥതകൾ ഉണ്ടാവും. അതുപോലെ അപകടങ്ങൾ, ഇനി അപകടങ്ങൾ സംഭവിക്കുമ്പോൾ തെന്നി വീഴുക അങ്ങനെയുള്ളതൊക്കെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമ്പോൾ ഇവരുടെ വലത് കൈക്ക് വലത് കാലിനൊക്കെ ആയിരിക്കും ആദ്യം അടി കിട്ടുക. അതായത് തെക്ക് കിഴക്ക് ഭാഗത്തുണ്ടാവുന്ന വാസ്തു പ്രോബ്ലംസ് കൊണ്ട് നമ്മുടെ ശരീരത്തിൽ എഫക്റ്റ് ചെയ്യുന്ന രീതി അതായിരിക്കും. ഇതൊരു ബട്ടർഫ്ലൈ എഫക്റ്റാണിത്. കാരണം നമുക്ക് ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ, കറക്റ്റായിട്ട് അത് തന്നെ ഒടിഞ്ഞുകൊണ്ടിരിക്കും. ആദ്യത്തെ അടി കിട്ടി വലത് കൈ ഒടിഞ്ഞു, പിന്നെ എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുമ്പോൾ വീണ്ടും അതേ കൈ തന്നെ ഒടിയും. അങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഈ ഭാഗത്തെ മുറിവുകൾ എന്ന് പറയാം. ഇനി തെക്ക് ഭാഗത്തേക്ക് ചരിഞ്ഞൊരു ഭൂമിയാണെന്നുണ്ടെങ്കിൽ, തെക്ക് ഭാഗം എന്ന് പറയുന്നത്, തെക്ക് ഭാഗം ഒരുപാട് ചരിഞ്ഞു കഴിഞ്ഞാൽ യമതെക്ക് എന്നാണ് പറയുക. ഈ ഭാഗത്തെ എനർജി നമ്മളെ സ്വാധീനിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്താ പറയുക, കുപ്രസക്തി എന്ന് പറയും. അതായത് പ്രശസ്ത, അപകീർത്തി, ചീത്തപ്പേര്, അങ്ങനെയുള്ള ചീത്തപ്പേരുകളൊക്കെ നമ്മൾ വെറുതെ കേൾക്കേണ്ടി വരും. ചീത്തപ്പേരിലേക്ക് നമ്മൾ നയിക്കപ്പെടുകയും ചെയ്യും. നമ്മളുടെ സ്വഭാവത്തിൽ അതിനനുസരിച്ച് മാറ്റം വരും. അമിതമായ ആസക്തികൾ നമുക്ക് വന്നു ചേരും. അങ്ങനെയുള്ള ദോഷവശങ്ങൾ ഈ തെക്ക് ഭാഗത്തേക്ക് ചരിഞ്ഞ ഭൂമിക്കുണ്ട്. തെക്ക് കൂടരുത് എന്ന് വാസ്തു പറയുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തെക്ക് ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ ഇതായിരിക്കും. അതായത് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമില്ലാത്ത വികാരങ്ങളെല്ലാം നല്ലതാണ്, പക്ഷെ എല്ലാം അമിതമാകിക്കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഭവിഷ്യത്തുകൾ, അപ്പോൾ അത് അസന്തുലിതമാവും എന്നുള്ളത്. ഇനി തെക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് ചരിഞ്ഞ ഭൂമിയാണെങ്കിൽ റിലേഷൻഷിപ്പിൻ്റെ കോർണറാണ് നിരവധി കോൺ അഥവാ സൗത്ത് വെസ്റ്റ് ഡയറക്ഷൻ എന്ന് പറയുന്നത്. അവിടെ വിവാഹമോചനം, ആത്മഹത്യ, അതുപോലെ മാരകമായിട്ടുള്ള ജീവിത പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും സംഭവിക്കുക. ഈ സാമ്പത്തിക ബുദ്ധിമുട്ട്, അതായത് ഒരു കുടുംബത്തിൻ്റെ മുച്ചൂടും മുടിഞ്ഞു പോകും. അങ്ങനെ എത്രയോ കുടുംബങ്ങൾ നമ്മൾ വാസ്തു കൺസൾട്ടിങ്ങിലൂടെ നേരെയാക്കി കൊടുത്തിട്ടുണ്ട്. ഈ പറയുന്ന അവസ്ഥ, തെക്ക് പടിഞ്ഞാറ് ഭാഗത്തെ ചരിവ്, വഴി, തെക്ക് പടിഞ്ഞാറ് ഭാഗത്തെ താഴ്ച, കുഴി, ഇതെല്ലാം തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വരുന്ന മിസ്റ്റേക്കുകളാണ്. ഇത് മൂലമുണ്ടാകുന്ന എഫക്റ്റുകളാണ് ഇപ്പോൾ ഈ പറഞ്ഞത്. ഇനി പടിഞ്ഞാറ് ഭാഗം ചരിഞ്ഞു കഴിഞ്ഞാലോ, പടിഞ്ഞാറ് ഭാഗം ചരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടതിനും വേണ്ടാത്തതിനൊക്കെ പുറത്തു നിന്നുള്ള ഇടപെടലുകൾ വരും. നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർ നിയന്ത്രിക്കാൻ, അതുപോലെ തന്നെ ഡൈവോഴ്സ് ഉണ്ടാവുക, പിന്നെ കോടതി വ്യവഹാരങ്ങൾ, അതായത് നമ്മൾ ഒന്നുമില്ല, വെറുതെ വണ്ടിയിൽ പോവായിരിക്കും, നമുക്ക് ഒരു പെറ്റി അടിച്ചു തരും, നമ്മൾ പെറ്റി അടിക്കില്ല, മറ്റേ പോലീസ് കേസ്, അത് അങ്ങനെയുള്ള വ്യവഹാരങ്ങളിൽ പെട്ട് നമ്മൾ നിയമപ്രശ്നങ്ങളിലൊക്കെ പെട്ടുപോകുന്നതായിട്ട്, പിന്നെ നമ്മുടെ കേസ് വിജയിക്കില്ല. ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് നടക്കൂല. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും. പടിഞ്ഞാറ് ഭാഗത്ത് നടുവിൽ കുഴി വന്നു കഴിഞ്ഞാൽ ഈ വ്യവഹാരങ്ങളാണ്, അതായത് നിയമവ്യവഹാരങ്ങൾ, നമ്മുടെ പുറം ലോകവുമായിട്ടുള്ള നമ്മുടെ ഇടപെടലുകളായിരിക്കും അസ്വസ്ഥപ്പെടുക, പുറത്തു നിന്നുള്ള ആൾക്കാരുടെ. അതുപോലെ വടക്ക് പടിഞ്ഞാറ് ഭാഗം ചരിഞ്ഞാൽ, വടക്ക് പടിഞ്ഞാറ് ഭാഗവും വടക്ക് ഭാഗവും കിഴക്ക് ഭാഗവും ഒക്കെ ചരിഞ്ഞാൽ വളരെ നല്ലതാണ്. കാരണം ആ ദിശ പ്രാണോർജവും ജീവോർജവും കടന്നു വരുന്ന ദിശയായത് കാരണം കൊണ്ട് തന്നെ കിഴക്ക് ഭാഗം ചരിഞ്ഞു കഴിഞ്ഞാൽ അഭിവൃദ്ധി എന്ന് പറയും. വടക്ക് ഭാഗം ചരിഞ്ഞു കഴിഞ്ഞാൽ ധനാഭിവൃദ്ധി, അതായത് ആരോഗ്യത്തിൻ്റെ അഭിവൃദ്ധി. ഇത് സമ്പത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കുടുംബം, നമ്മളുടെ ജോലി, ഇതൊക്കെ നമുക്ക് സമ്പത്താണ്. ഇതന്നെയൊക്കെയാണ് അഭിവൃദ്ധി എന്ന് പറയുന്നത്. ആ അഭിവൃദ്ധി ആയിരിക്കും ഈ വടക്ക് ഭാഗവും കിഴക്ക് ഭാഗവും ഒക്കെ ചരിഞ്ഞാൽ. ഒരു ഭൂമി വീട് നിർമ്മാണത്തിനായിട്ട് തിരഞ്ഞെടുക്കുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ ആകൃതി, ചരിവുകൾ. ഇനിയിപ്പോൾ ചരിവില്ല, ചരിവ് നമ്മൾ ഓപ്പോസിറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വാസ്തുവിൽ തന്നെ 7 തരം സ്ഥലശുദ്ധീകരണ
മെത്തേഡുകൾ പറയുന്നുണ്ട്. എഴുതൻ, സ്ഥല ശുദ്ധീകരണം, ഖനനം, ഹരണം, പൂരണം, ദാഹം, ഗോനിവാസം, വിപ്രോചിഷ്ടം, ഗവ്യം എന്നീ എഴുതൻ സ്ഥല ശുദ്ധികൾ എന്ന് പറയുന്ന അതിൽ ചരിവുകളെ ഹരണം ചെയ്യുക. അതായത് നമ്മൾ മണ്ണിട്ട് നികത്തി ചരിവ് ക്രിയേറ്റ് ചെയ്യുക. ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് ചരിവ് എന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് അനുകൂലമായിട്ടുള്ള ദിശയിലേക്ക് ചരിക്കുക. അങ്ങനെയൊക്കെ നമുക്ക് ഈ പ്രോബ്ലംസിന് സൊല്യൂഷൻ കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ പ്രധാനമായിട്ടും ഇത് ശ്രദ്ധിച്ചിട്ട് വേണം വീട് കെട്ടാനും വീടിൻ്റെ ബൗണ്ടറിയൊക്കെ ക്ലിയർ ചെയ്യാൻ. നന്ദി സർ. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. സമ്പൂർണ്ണ ജാതകം, സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം. 75 പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.